എന്തുകൊണ്ടാണ് നടത്താൻ പറ്റാത്തത്? നമുക്ക് സീറോ ആകാൻ മനസ്സില്ലാതാ. നമുക്ക് സീറോ ആകാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ചില പിടിവാശിയൊക്കെ ഇല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം, ഒത്തിരി വാശി വീറും ഉണ്ടായിരുന്ന മനുഷ്യനാണ് പൗലോസ്. സ്തോത്രം. ആ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായി കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന്. എന്റെ സ്വഭാവം വെച്ച് എന്നെ ദൈവം തല്ലിക്കൊള്ളണ്ടായിരുന്നു. കാരണം എന്നെ ഈ ഭൂമി വെച്ചേക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം ദൈവസഭയെ മുടിച്ചു വന്നവനാ, ഉപദ്രവിച്ചു വന്നവനാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള എന്നെ സ്പെയർ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര വലുതാ എന്നാലോചിച്ചു നോക്കി. ഇന്നെന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ? ഈ സാധനം ഇല്ലാത്ത ഏത് ദീർഘക്ഷമ? നമ്മുടെ കർത്താവിന് നമ്മോടുണ്ടായിരുന്ന. നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് ഭാര്യയെ തല്ലുന്നവനും ഭർത്താവിനെ ചവിട്ടുന്ന ഭാര്യയെ അടിക്കുന്ന ഭർത്താവ് ഒരു ദിവസം നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കർത്താവ് ദീർഘക്ഷമ കാണിച്ചെങ്കിൽ നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ പറ്റാത്തതൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. പകയും വിദ്വേഷവും വൈരാഗ്യവും ഒരു മനുഷ്യനെതിരായിട്ട് വയ്ക്കാൻ ഒരു ദൈവ പൈതലിന് അവകാശമില്ല. അവൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ വിശുദ്ധ സ്ഥലമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ പൗലോസ് പറയാണ്, ആ ദൈവം എന്നോട് ദീർഘക്ഷമ കാണിച്ചു. ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടല്ലേ പല സ്വഭാവങ്ങളും നമുക്ക് കളയണമെന്ന ആഗ്രഹമുണ്ടായിട്ട് കളയാൻ പറ്റാതെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും പറ്റുന്നില്ല, അങ്ങ് ദേഷ്യപ്പെട്ടു പോവുകയാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറയുമല്ലോ ഒക്കെ. എന്നിട്ടും കൈയടിച്ച് ആരാധിക്കാൻ കൈക്കും ബലമുണ്ട്. സ്തോത്രം. കിട്ടുന്നതെല്ലാം തിന്നാനുള്ള ആരോഗ്യമുണ്ട്, പോകാനുള്ള വണ്ടിയുണ്ട്, ബ്രാൻഡഡ് ഷർട്ട് ഇടാനുള്ള വകുപ്പെല്ലാം ഉണ്ട്. എന്നാലോചിച്ച് നോക്കി. കർത്താവ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടല്ലേ. പക്ഷെ അങ്ങനെ അങ്ങ് പോകാമെന്നൊന്നും വിചാരിക്കല്ലേ. അല്ല, എന്ത് ചെയ്യണം? സ്തോത്രം. കർത്താവിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കരുത്. സ്തോത്രം.